ഉത്തർപ്രദേശിൽ മാധ്യമപ്രവർത്തകനെ പട്ടാപ്പകൽ വെടിവെച്ച് കൊലപ്പെടുത്തി. മാധ്യമപ്രവർത്തകനും ഒപ്പം BJP പ്രവർത്തകൻ കൂടിയായ അശുതോഷ് ശ്രീവാസ്തവയാണ് കൊല്ലപ്പെട്ടത്. 46 വയസ്സാണ് അശുതോഷ് ശ്രീവാസ്തവയുടെ പ്രായം. ഉത്തർപ്രദേശിലെ ജൗൻപൂർ ജില്ലയിലാണ് സംഭവം നടന്നത്. തിങ്കളാഴ്ച രാവിലെ ഏകദേശം 9:30 BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു അശുതോഷ്. തുടർന്ന് ഷാഗജ് കോട്ട്വാലി എന്ന പ്രദേശത്തുള്ള ഇമ്രംഗജ് എന്ന കവലയിൽ എത്തിയപ്പോഴായിരുന്നു ദാരുണ സംഭവം അരങ്ങേറിയത്. ബൈക്കിലെത്തിയ അജ്ഞാതനായ വ്യക്തി അശുതോഷിനെ തടഞ്ഞു നിർത്തുകയും തൊട്ടു പിന്നാലെ ബൈക്കിലെത്തിയ 4-അംഗ സംഘം വെടിയുതിർക്കുകയുമായിരുന്നു. 5 തവണയാണ് അശുതോഷിനെ വെടിവെച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നെഞ്ചിനും വയറിനും ഉൾപ്പെടെ വെടിയേറ്റിട്ടുണ്ട്. വിവാദ ചാനലായ സുദർശൻ TVയുടെ അവതാരകനും ജേർണലിസ്റ്റുമാണ് അശുതോഷ് ശ്രീവാസ്തവ. ഗോവധമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളും റിപ്പോർട്ടിംഗുമാണ് അശുതോഷ് കൂടുതലായും ചാനലിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അശുതോഷിന്റെ ജീവിതത്തിൽ മുമ്പ് സംഭവിച്ചിരുന്നു. വധഭീഷണി ഉൾപ്പെടെ മുമ്പ് പലതവണ അശുതോഷിന് വന്നിട്ടുണ്ട്. ഇതിനെ തുടർന്ന് മുൻപേ തന്നെ ഇയാൾ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ടായിരുന്നു. ജൗൻപൂരിലെ സബർഹത്ത് എന്ന ഗ്രാമത്തിലാണ് അശുതോഷ് താമസിച്ചിരുന്നത്. 46-കാരനായ ഇദ്ദേഹം സുദർശൻ ചാനലിന്റെ ജില്ലാ ലേഖകനായിരുന്നുവെന്നാണ് അറിയുന്നത്. പുറത്തുവരുന്ന വാർത്തകൾ പറയുന്നതനുസരിച്ച് അശുതോഷ് തന്റെ ചാനലായ സുദർശൻ TVയിലൂടെ ഗോവധത്തിനെതിരെ ധാരാളം വാർത്തകൾ നൽകാറുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഗോവധം ചെയ്തവർക്കെതിരെ. ഈ കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പലപ്പോഴും ഭീഷണികൾ ഉണ്ടായിരുന്നു. ഇക്കാര്യം അശുതോഷ് പോലീസ് സ്റ്റേഷനിലും അറിയിച്ചിരുന്നു. എന്നാൽ നാളിതുവരെ പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുമുള്ള സുരക്ഷയും ഒരുക്കിയിട്ടില്ലായിരുന്നു. എന്നാൽ അശുതോഷിന് അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും സുരക്ഷിതനായി ഇരിക്കുകയെന്നും കോട്ട്വാലി പോലീസ് ഇദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും വകവെക്കാതെ അദ്ദേഹം തന്റെ ജോലി തുടരുകയായിരുന്നു. അത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ദാരുണ സംഭവത്തിന് അശുതോഷ് ശ്രീവാസ്തവ ഇരയാകുന്നത്. സാധാരണ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന 9:30 സമയത്ത് തന്നെയായിരുന്നു തിങ്കളാഴ്ച രാവിലെയും ഇയാൾ വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. BJPയുടെ പാർട്ടി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു പുറത്തേക്ക് പോയത്. തുടർന്ന് ഇമ്രംഗഞ്ച് മാർക്കറ്റിന് തൊട്ടു മുമ്പുള്ള ക്രോസ് റോഡിനടുത്തെത്തി. ഈ സമയത്താണ് ബുള്ളറ്റിലെത്തിയ 4-അംഗ സംഘം അശുതോഷിനെ തടഞ്ഞു നിർത്തി വെടിയുതിർക്കുന്നത്. സംഭവത്തെ തുടർന്ന് ആദ്യം പ്രദേശവാസികളെല്ലാം തന്നെ വലിയ രീതിയിൽ പരിഭ്രാന്തരാവുകയും തുടർന്ന് അശുതോഷിന്റെ കുടുംബാംഗങ്ങൾ എത്തിയതോടെ പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയും സംഘർഷാവസ്ഥ ഉടലെടുക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. വെടിയേറ്റ ഉടൻ തന്നെ പരിസരവാസികൾ പോലീസിനെയും കുടുംബാംഗങ്ങളെയും വിവരമറിയിക്കുകയും ഉടൻ തന്നെ ഇവർ സ്ഥലത്തെത്തി അശുതോഷിനെ ഷാഗഞ്ച് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് മാറ്റുകയും ചെയ്തു. തുടർന്ന് ഡോക്ടർ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ ഷാഗഞ്ച് MLA രമേഷ് സിംഗ് ഉൾപ്പെടെ 100ഓളം BJP പ്രവർത്തകരാണ് പ്രദേശത്ത് തടിച്ചുകൂടിയത്. സംഭവ സ്ഥലത്തു നിന്നും MLA രമേഷ് സിംഗ് ഉൾപ്പെടെയുള്ള 100 കണക്കിന് BJP പ്രവർത്തകർ ആശുപത്രിയിലേക്ക് എത്തുകയും ചെയ്തു. നിലവിൽ പ്രദേശത്ത് വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരം ലഭിച്ചയുടൻ CO ഉൾപ്പെടെ സർക്കിളിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുമുള്ള മുഴുവൻ സേനയും സംഭവ സ്ഥലത്തെത്തി. ഗോവധ വാർത്ത റിപ്പോർട്ട് ചെയ്തതിനാണ് തന്റെ സഹോദരനെ വധിച്ചതെന്നും പോലീസിനോട് മുൻപേ തന്നെ സുരക്ഷ ആവശ്യപ്പെട്ടെങ്കിലും അവർ അത് നൽകിയില്ലെന്നുമാണ് അശുതോഷിന്റെ സഹോദരനായ പരിതോഷ് ശ്രീവാസ്തവ ആരോപിക്കുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. CO അജിത് സിംഗ് ചൗഹാനാണ് കേസ് അന്വേഷിക്കുന്നത്. ജില്ലാ ആസ്ഥാനത്ത് നിന്ന് പോലീസ് സൂപ്രണ്ട് ഡോക്ടർ അജയ് പാൽ ശർമ്മ ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു.